ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് മലങ്കരയുടെ പുണ്യഭൂമിയായ മുളന്തുരുത്തി ദേശം പ്രാർത്ഥനാപൂർവം ഒരുങ്ങുകയാണ്. മലങ്കര സഭയുടെ മക്കളുടെ ഐക്യവും വിശ്വാസവും പാരമ്പര്യവും ഒക്കെ വിളിച്ചോതിക്കൊണ്ട് ഓഗസ്റ്റ് മാസം 25-ാം തീയതി വാഹന പതാക ഘോഷയാത്ര നിർവഹിക്കുകയാണ്. 4 ഭദ്രാസനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പതാക ഘോഷയാത്ര നിർവഹിക്കുന്നത്. കൊച്ചി, അങ്കമാലി, കണ്ടനാട് ഈസ്റ്റ്, കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനങ്ങളിലെ വിശ്വാസികളാണ് ഈ പതാക ഘോഷയാത്രയിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. ഈ പതാക ഘോഷയാത്ര കൊരട്ടി അരമനയിൽ നിന്ന് ആരംഭിച്ച് അങ്കമാലി ഭദ്രാസനം, കണ്ടനാട് ഈസ്റ്റ്, കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനങ്ങളുടെ പ്രധാന ആസ്ഥാനങ്ങളിൽ പ്രവേശിച്ച് പാമ്പാക്കുട ചെറിയ പള്ളിയിൽ 1-ാം കാതോലിക്ക ബാവായുടെ കബറിടത്തിൽ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യയോടുകൂടി മുളന്തുരുത്തി പള്ളിത്താഴത്തെത്തിച്ചേരുമ്പോൾ മുളന്തുരുത്തി ദേശം മുഴുവനും ഒരു പ്രൗഢോജ്വലമായ ഒരു സ്വീകരണം ഈ പതാക ഘോഷയാത്രയ്ക്ക് നൽകും. അതോടൊപ്പം മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരുമലമാർ ഗ്രീഗോറിയോസ് പിതാവിൻ്റെ കുടുംബം, ചാത്തുരുത്തി കുടുംബം, ആ പിതാവിൻ്റെ ഛായാചിത്രം സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ആ കുടുംബം പരിശുദ്ധ സഭയ്ക്ക് കൈമാറുകയാണ്. ഈ ചിത്രവും അതോടൊപ്പം തന്നെ പതാകയും മുളന്തുരുത്തി ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥനകൾ പൂർത്തീകരിച്ചതിന് ശേഷം കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഇടയൻ അഭിമന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമനസ്സുകൊണ്ട് ദേവാലയത്തിൻ്റെ കൊടിമരത്തിൽ പതാക ഉയർത്തും. തുടർന്ന് ഈ പതാക ഘോഷയാത്ര വെട്ടിക്കൽ ദേറായിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നീങ്ങുകയും മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുകയും ചെയ്യും. ഈ അനുഗ്രഹീതമായ ചടങ്ങ് മലങ്കര സഭയുടെ മക്കൾ വന്ന് സംബന്ധിച്ച് അനുഗ്രഹപ്രദമാക്കണമെന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുകയാണ്. ഉടലിൽ തൊട്ട ബോധമോടെ എരിവായി മാർത്തോമ ചൊല്ലി കർത്താവിന്റെ ദൈവമങ്ങി നസ്രായൻ സഹിതം നസ്രാണി കൂട്ടം ഹൃദയെ വച്ച ദീപനാളം മൃദുവായി കൈകൾ മാറി മാറി ആളി പടരും ജ്വാലയണയാ പുരുഷാന്തരമായി നസ്രാണി കൂട്ടം. മലങ്കര സഭയുടെ പാർലമെൻറ്റ് എന്നറിയപ്പെടുന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് മുന്നോടിയായി ഓഗസ്റ്റ് മാസം 23-ാം തീയതി നാളിതുവരെ മലങ്കര സഭയെ നയിച്ച പരിശുദ്ധ പിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ നാൾ വഴികളും സംഭാവനകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു ചരിത്ര വീഥി മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിൻ്റെ നാടകശാലയിൽ പ്രദർശിപ്പിക്കുന്നു. ഇന്നയോളം ഈ പരിശുദ്ധ സഭയെ നയിച്ച ഈ പുണ്യപിതാക്കന്മാരെ ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയം മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനെ വരവേൽക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുകയായി. പൂർണ്ണമതത്തിൻ മന്ത്രങ്ങളോടൊഴുകിയ സ്നേഹിത വേദ പൊരുളി സുചിരൻ ക്രൈസ്തവ ചരിതം. മുളന്തുരുത്തി മാർത്തോമൻ പള്ളി കഴിഞ്ഞ 9 നൂറ്റാണ്ടുകളായി മലങ്കര സഭയുടെ പൈതൃകവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന ദേവാലയമാണ്. ഇക്കാലയളവിൽ മലങ്കര സഭയുടെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾക്ക് മുളന്തുരുത്തി പള്ളി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 900 വർഷങ്ങളുടെ പിൻബലത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ദേവാലയം വീണ്ടും മലങ്കര സഭയുടെ ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുകയാണ്. 180 വർഷങ്ങൾക്ക് മുന്നേ ഇതേ മണ്ണിൽ വെച്ച് നടത്തപ്പെട്ട മുളന്തുരുത്തി സുന്നഹദോസ് എന്ന മഹായോഗത്തിൻ്റെ ഓർമ്മകളെ നെഞ്ചിലേറ്റിക്കൊണ്ട് വീണ്ടും ഒരു മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് മുളന്തുരുത്തി മാർത്തോമൻ ഇടവക ആതിഥ്യമരുളുകയാണ്. 2026 ഓഗസ്റ്റ് മാസം 27-ാം തീയതി രാവിലെ 10 മണിക്ക് മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ വെച്ച് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി യോഗം ചേരുന്നു. അതിനെ തുടർന്ന് പരിശുദ്ധ ബാവ തിരുമേനിയെയും അഭിവന്യ പിതാക്കന്മാരെയും ആദരപൂർവ്വം ആനയിച്ചുകൊണ്ട് വെട്ടിക്കൽ സെന്റ് തോമസ് ദേറായിലേക്ക് എത്തിച്ചേരുന്നു. അതിനുശേഷം സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ വെച്ച്
4 പുതിയ മേൽപ്പട്ടക്കാരെ തിരഞ്ഞെടുക്കുന്ന ആ മഹാസമ്മേളനവും നടത്തപ്പെടുന്നു. 9 നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയം പ്രാർത്ഥനാപൂർവം ഒരുങ്ങുകയാണ്. പരിശുദ്ധ പരമന തിരുമേനി അടക്കമുള്ള മൺമറഞ്ഞു പോയ സകല പൂർവികരുടെയും ആശീർവാദങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഒരു ചരിത്ര സമ്മേളനത്തെ വരവേൽക്കുവാൻ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് ആതിഥ്യം അരുളുക. ജയ് ജയ് മുഴങ്ങട്ടെ, ജയപേരി ഉയരട്ടെ, ജയത്തിൻ പതാക ഈ മണ്ണിൽ പറക്കട്ടെ.